പച്ചപ്പും ഉയർന്ന മരങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ കാട്ടിൽ ഒരു ചെറിയ ആനക്കുട്ടി താമസിച്ചിരുന്നു. അവന്റെ പേര് അപ്പു. അപ്പു വളരെ സ്നേഹമുള്ളവനായിരുന്നു. പക്ഷെ അവൻ പലപ്പോഴും ഒറ്റപ്പെട്ടതായി തോന്നും. അവൻ വലുതായതുകൊണ്ട് മറ്റു മൃഗങ്ങൾ അല്പം ഭയപ്പെടും. അവൻ നടക്കുമ്പോൾ നിലം അല്പം കുലുങ്ങും. അതുകൊണ്ട് ചെറുമൃഗങ്ങൾ അകലെ നിൽക്കും. ഒരു ദിവസം രാവിലെ സൂര്യൻ കാട്ടിൽ സ്വർണപ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരുന്നു. അപ്പു നദിക്കരയിൽ നിന്നു വെള്ളത്തിൽ തന്റെ പ്രതിഫലനം നോക്കി. അവൻ നിസ്സഹായമായി പറഞ്ഞു, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായേനെ. അപ്പോൾ ഒരു മരക്കൊമ്പ് അല്പം കുലുങ്ങി. നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊരു ചെറിയ ശബ്ദം കേട്ടു. അപ്പു മുകളിലേക്ക് നോക്കി. ഒരു ചെറിയ കുരങ്ങൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കുന്നു. എന്റെ പേര് കുഞ്ചു. നിന്റെ പേരെന്താണ്? ഞാൻ അപ്പു. എന്നോട് ആരും കഴിക്കാറില്ല. നീ വലുതാണെങ്കിലും നീ പാവമല്ലേ. ഞാൻ നിന്റെ കൂടെ കൂട്ടുകൂടാം. കാട്ടിൽ ഉണ്ടൊരു കുരങ്ങൻ, ചിരിച്ചും ചാടിയും നടക്കും. അവന്റെ കൂട്ടുകാരനാണ് മൃദുവായ ഹൃദയം ഉള്ളവൻ. നദിക്കരയിൽ കൂടിക്കൂടി വെള്ളത്തിൽ കളിച്ചു നിന്നു. ചെറുതും വലുതും ഒന്നായി സന്തോഷം പങ്കുവച്ചു. സുഹൃത്ത് കൂടെയുണ്ടെങ്കിൽ ഭയം ഒന്നുമില്ല. കൈകോർത്തു നിന്നാൽ നമുക്ക് തോൽവി ഒരിക്കലുമില്ല. കുരങ്ങനും ആനയും ചേർന്ന് പാടിയൊരു ഗാനം. സ്നേഹം നിറഞ്ഞ ഹൃദയം, അതാണു വലിയ ധനം. ദിവസങ്ങൾ കടന്നുപോയി. അവരൊരുമിച്ച് സൂര്യാസ്തമയം നോക്കും. കുഞ്ഞു പറഞ്ഞു, സൗഹൃദമെന്നത് ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കുന്നതാണ്. അപ്പു തലകുലുക്കി. നീ വന്നതോടെ എന്റെ ജീവിതം മാറി, അവൻ പറഞ്ഞു. ഒരുച്ചയ്ക്ക് ആകാശം കറുത്തു. ശക്തമായ കാറ്റുവീശി. കനത്ത മഴ പെയ്യാൻ തുടങ്ങി. നദി നിറഞ്ഞു കുതിച്ചൊഴുകി. കുഞ്ഞൊരു ഉയർന്ന മരക്കൊമ്പിലിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരിടിമിന്നൽ. കാറ്റ് ശക്തമായി വീശി. കൊമ്പൊടിഞ്ഞു. കുഞ്ഞു വെള്ളത്തിൽ കുടുങ്ങി. അപ്പു, സഹായിക്കൂ! കുഞ്ഞു ഭയന്നു വിളിച്ചു. അപ്പു ശബ്ദം കേട്ട് ഉടനെ ഓടി. മഴ ശക്തമായി പെയ്യുന്നു. വെള്ളമുയരുന്നു. പക്ഷെ അപ്പു ഭയപ്പെട്ടില്ല. ഭയപ്പെടണ്ട കുഞ്ഞു, ഞാൻ ഇവിടെ തന്നെയുണ്ട്, അവൻ ഉറക്കെ പറഞ്ഞു. അപ്പു നദിയിലേക്ക് നടന്നു. വെള്ളം അവന്റെ കാലുകൾക്കു ചുറ്റും ശക്തമായി ഒഴുകി. അവൻ തന്റെ നീളമുള്ള തുമ്പിക്കൈ നീട്ടി കുഞ്ഞുവിനെ പിടിച്ചു. വെള്ളം വേഗത്തിൽ ഒഴുകിയെങ്കിലും അപ്പു ഉറച്ചു നിന്നു. അവൻ കുഞ്ഞുവിനെ കരയിലേക്ക് എത്തിച്ചു. മഴ പതുക്കെ കുറഞ്ഞു. കാട് വീണ്ടും ശാന്തമായി. കുഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. അപ്പു ചിരിച്ചു. സുഹൃത്തുക്കൾ അങ്ങനെയാണ്. അവരൊരിക്കലും തമ്മിൽ വിട്ടുപോകില്ല. അടുത്ത ദിവസം കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം ഈ സംഭവം അറിഞ്ഞു. അവർ കണ്ടു, വലിപ്പമല്ല ശക്തി, ധൈര്യവും സ്നേഹവുമാണ് യഥാർത്ഥ ശക്തി. അന്നുമുതൽ അപ്പുവിനിനി ഒരിക്കലും ഏകാന്തതയുണ്ടായില്ല. എല്ലാ മൃഗങ്ങളും അവനോട് സൗഹൃദം പുലർത്തി.